സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുമ്പിക്കൽ കുരുമുളക് തിപ്പലിയിൽ നമ്മളെ ബഡ് ചെയ്ത് കയറ്റുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. കാണുന്നത് ഏകദേശം നമ്മളൊരു തിപ്പലി, ഇതൊരു 2 മാസം ആയ ഒരു തിപ്പലിയാണ്. അതിലേക്ക് നമ്മൾ കുമ്പിക്കൽ കുരുമുളകിൻ്റെ ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മൾ മണ്ട അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. ഇത് ശിഖരങ്ങളെല്ലാം കളഞ്ഞിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് അടുത്ത ഒരു ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് കുത്തി വെച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് അടുത്തൊരു 2 മാസം നമുക്ക് അതിൽ പിന്നെയും ബഡ് ചെയ്ത് കയറ്റാൻ പറ്റും കുരുമുളക്. അത് ഏകദേശം അതിന് ശേഷം നമ്മൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒരു ബ്ലേഡിന് നടുവേ 2ആയിട്ട് ഒന്ന് കീറി എടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ ആ ബ്ലേഡിൽ നമ്മളെ മുറിക്കുന്ന ഭാഗം കൈ കൊണ്ടൊന്നും തൊടാൻ പാടില്ല. ഏകദേശം ഒരു നല്ല രീതിയിൽ നടുവേ ഒന്ന് കീറി വിടുക. ഏകദേശം ആ ബ്ലേഡിൻ്റെ കനത്തിന്, ബ്ലേഡിൻ്റെ നീളത്തിന് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു വിടുക. അത് ക്ലിയർ ആയതിനു ശേഷം നമ്മുടെ ഈ ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുരുമുളകിൻ്റെ, അതായത് ഇത് കുമ്പിക്കലിൻ്റെ സൈഡ് കയറുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. കുമ്പിക്കൽ കുരുമുളകാണ്. അതിൻ്റെ കയറുന്നുണ്ട് നമ്മൾ ബഡ് ചെയ്ത്, അതായത് അറ്റം നമ്മൾ ഏകദേശം ഈ പരുവത്തിലേക്ക്, ഈ പരുവായ സാധനം ഒരു കിളുന്ത് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു. അതിന് ശേഷം ഇതാണ് നമ്മൾ ആ തിപ്പലിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാനായിട്ട് പോകുന്നത്. ഇത് ഏകദേശം നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു കുമ്പിക്കൽ കുരുമുളകാണ്. ഇത് നല്ലപോലെ അറ്റം നമ്മൾ ഏകദേശം സൈഡിലെ ഇലകളെല്ലാം മുറിച്ച് കളയുക. അല്ലെ നമുക്ക് ഇതിനുള്ള ആഹാരം നമുക്ക് പെട്ടെന്ന് വളർന്നു വരാനായിട്ട് സാധിക്കും. സൈഡെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അറ്റം നല്ലപോലെ നേർത്ത് കൂർപ്പിച്ചെടുക്കുക. രണ്ട് സൈഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലേഡിന് നല്ലപോലെ കീറി നല്ലപോലെ എടുക്കുക. കണ്ടില്ലേ, നല്ലപോലെ 2 സൈഡ് നല്ലപോലെ മിനുസത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. ഈ കാണുന്ന രീതിയിൽ ഇത് നമ്മളിപ്പം അടിഭാഗം തിപ്പലിയും മണ്ടയിൽ, അതായത് കുമ്പിക്കലിൻ്റെ കയറി തണ്ട് നമ്മൾ കട്ട് ചെയ്ത്, അതായത് സൈഡിലേക്കുള്ള തണ്ട് കട്ട് ചെയ്ത് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാനായിട്ട് പോവുകയാണ്. ഏകദേശം നല്ല രീതിയിലേക്ക് നമ്മൾ ഇത് കൂർപ്പിച്ചെടുക്കുക. അതിലേക്ക് പിന്നെ കൈയൊന്നും തൊടാൻ പാടില്ല. ഏകദേശം നല്ലൊരു ബ്ലേഡ് ആയിരിക്കണം. ഇത് തുരുമ്പൊന്നും കാണാത്ത നല്ല ബ്ലേഡിന് നല്ലപോലെ കൂർപ്പിച്ച് നല്ല രീതിയിൽ കൂർപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കറ്റാർവാഴ എടുക്കുക. കറ്റാർവാഴയുടെ ജെല്ല് നമ്മളതിൻ്റെ മണ്ടയുടെ ജെല്ലിൽ നമ്മൾ ഈ കൂർപ്പിച്ച ഭാഗം നല്ലപോലെ ജെല്ല് പുരട്ടി കൊടുക്കുക. കണ്ടില്ലേ, കൂർപ്പിച്ച ഭാഗത്ത് നമ്മൾ നല്ലപോലെ ജെല്ല് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതായത് നമുക്കിത് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ജെല്ല് തേച്ച് കൊടുക്കുന്നത്, ഈ കറ്റാർവാഴയുടെ. അത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ ബ്ലേഡ് കൊണ്ട് നടുവേ തിപ്പലിയിലേക്ക് കയറ്റി വിടുന്നു. നമ്മൾ ബ്ലേഡ് കൊണ്ട് നല്ലപോലെ ഏകദേശം ഒരു കീറിയ ഒരു പരുവാണ്, അതിലേക്ക് നമ്മൾ ഇത് കയറ്റി കൊടുക്കുന്നു. ഇതുപോലെ നല്ലപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കുറിപ്പിച്ച ഭാഗം പതുക്കെ ഒന്ന് കയറ്റി കൊടുക്കുന്നു. ഇനി നമ്മളൊരു ബഡ്ഡിങ് ടേപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ കൊണ്ട് നല്ലവണ്ണം റൗണ്ട് നല്ലപോലെ ചുറ്റി കൊടുത്താൽ മാത്രം മതി. അതായത് എയർ കയറാതെ നല്ലപോലെ ടൈറ്റിൽ വലിച്ച് മുറുകി കെട്ടിക്കൊടുക്കുക റൗണ്ടിൽ. കണ്ടില്ല, ഏകദേശം നല്ലപോലെ എയർ കയറാൻ പാടില്ല. എയർ കയറാനും ഈർപ്പം അടിക്കാനും ഒന്നും പാടില്ല. അതിനോടാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബഡ്ഡിങ് ടേപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും നമ്മൾ നല്ലപോലെ എയർ കയറാത്ത രീതിയിൽ നല്ലപോലെ ചുറ്റി വെക്കും. ഒരു 45 ഡേയ്സ്, അതായത് ഒരു ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ ഇത് വെച്ചതിന് ശേഷം നമുക്ക് പുതിയ ഇലകൾ ഇതിന് മണ്ടയിൽ വെട്ടുകയും, ഏകദേശം ഒരു തിപ്പലിയിൽ അടിയിൽ ചെറിയ തണ്ടുകൾ മുളച്ച് വരുമ്പോൾ അത് ഒടിച്ച് കളയുക. എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ വെച്ചാൽ ഈ കുമ്പിക്കൽ കുരുമുളകിൻ്റെ ഇലകളൊക്കെ പിടിച്ച് ഫ്രണ്ടിലേക്ക് കയറി വരാൻ സാധിക്കുകയുള്ളൂ. നല്ലപോലെ അങ്ങ് റൗണ്ടിൽ ചുറ്റുക. ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു തിപ്പലി എന്ന് പറഞ്ഞാൽ ഒരു 2 മാസമായതാണ് നമ്മൾ കുത്തിവെച്ചതിന് ശേഷം. ഇത് നമ്മൾ ഏകദേശം കണ്ടില്ലേ, ഒരു 45 ഡേയ്സായി. ഇത് 45 ഡേയ്സായപ്പോൾ കണ്ടോ ഇലകളെല്ലാം പൊട്ടി ഒരിഞ്ഞ്
നല്ല ക്ലിയർ ആയിരിക്കും. ഒരു ഇല ഇതിലേക്ക് വന്നു. ഇനി ഇങ്ങേപ്പുറത്തെ എല്ലാം പൊട്ടി വന്ന് നല്ല രീതിയിലാവും. ഇതാണ് നമ്മുടെ നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുമ്പിക്കൽ കുരുമുളക് തിപ്പിലിയിൽ. ഇത് തന്നെ പെപ്പർ തക്കനുണ്ട്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. പെപ്പർ തക്കൻ ബഡ് ചെയ്തിട്ടുണ്ട്, കുമ്പിക്കൽ കുരുമുളക് ബഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പല ഐറ്റങ്ങളും ഇങ്ങനെ ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 45 ഡേയ്സ് വരെ നമ്മളിങ്ങനെ ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ തണലത്തോ ഇത് വെച്ച് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ വളരുകയുള്ളൂ. ഇത് നമ്മുടെ ബഡ്ഡിങ് തൈ അല്ല, ഇത് നമ്മുടെ സാധാരണ കയറുതണ്ട് ചുമ്മാ മണ്ണിൽ കുഴിച്ച് വെച്ച് വളർത്തിയെടുത്തതാണ്. ഇതിലും ധാരാളമായിട്ടുണ്ടാകും. ഇതും നമ്മളെ കുറ്റിക്കുരുമുളകാണ്. ഇത് വലിയ പടർന്ന് നിൽക്കത്തേ ഉള്ളൂ. ഏകദേശം ഒരു പരുവത്തിലേക്ക് ഒരു പടർന്ന് നിൽക്കുന്ന ആണ് ഈ ഇതും. ഇത് കുമ്പിക്കൽ കുരുമുളകിൻ്റെ കയറുതണ്ടാണ്, കയറിപ്പോകുന്ന ഭാഗമാണ്. ഇതിൽ ധാരാളമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കുരുമുളക്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ബഡ്ഡിങ്ങിന് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ അല്ലാതെ ബഡ്ഡിങ് അല്ലാത്തതാണ്, ഇത് അല്ലാതെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം. അതായത് കയറുതണ്ട് ചുമ്മാ മണ്ണിൽ കുഴിച്ച് വെച്ച് കിളിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 6-7 മാസത്തിനകം നമുക്ക് കായ്ഫലം ലഭിച്ചു തുടങ്ങിയിരിക്കും. കുരുമുളക് ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ ടയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ടയർ ഇട്ടിട്ട് അതിനകത്ത് മണ്ണിട്ടതിന് ശേഷം അതിൽ ഈ കയറുതണ്ട് കുഴിച്ചിടുകയാണ് ചെയ്യാറുള്ളത്.